ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇതേപോലെ കെയുടെ ഡിഗ്രി ഫൈനൈറ്റ് ആയിട്ടുള്ള പോളിനോമിയൽസ് വരുമ്പോഴാണ്. 1/2k² + k ഇതേപോലെയുള്ള കെയുടെ ഡിഗ്രി ഫൈനൈറ്റ് ആയിട്ടുള്ള പോളിനോമിയൽ ഇങ്ങനെ വരുമ്പോൾ ഇതും കെയുടെ ഹയസ്റ്റ് ഡിഗ്രി 19 ആയിരിക്കും വരിക. ഇത് ക്യൂബ് റൂട്ടാണ് വരിക. കെയുടെ ഡിഗ്രി 1/3 ആണ് വരിക. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ യൂസ് ചെയ്യാം. ഇതിന് ആവശ്യമുള്ള ഒരു സീരീസും കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ പി സീരീസാണ്. സിഗ്മ 1/k⁻p എന്ന് പറയുന്നത് 0 < p < 1 വന്നാൽ സീരീസ് ഡൈവേർജ് ചെയ്യും. p > 1 വന്നു കഴിഞ്ഞാൽ കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇത് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിഗ്മ k = 1 to ∞ 1/2k² + k. അപ്പോൾ തന്നിട്ടുള്ള സീരീസിനെ UK = ഇങ്ങനെ എഴുതാം. അത് കഴിഞ്ഞ് VK എഴുതാം. ഈ VK വെച്ചിട്ടാണ് നമ്മൾ UKനെ കമ്പയർ ചെയ്ത് കൺവേർജ് ആണോ ഡൈവേർജ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ VK എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന സീരീസ് ആയിരിക്കണം. അപ്പോൾ P സീരീസിൻ്റെ ഫോർമുല ആയിരിക്കണം ഇത് വരേണ്ടത്. അപ്പോൾ അതെടുക്കാനായിട്ട് ന്യൂമറേറ്ററിൽ ഹയസ്റ്റ് ഡിഗ്രിയുള്ള കെയുടെ ടേം എടുക്കുക. കെയുടെ ടേം ഇല്ല ന്യൂമറേറ്ററിൽ, അതുകൊണ്ട് 1 തന്നെ എടുക്കുക. ഡിനോമിനേറ്ററിൽ കെയുടെ ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറഞ്ഞാൽ 2k² ആണ്. അതിൽ 2 വേണ്ട, k² മാത്രമായിട്ട് എടുക്കുക. 2 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1/k² എന്ന് വന്നു. അപ്പോൾ ഇതെന്താണ്? ഇത് P സീരീസിൻ്റെ ഫോമാണ്. ഇവിടെ 1/k⁻p. ഇവിടെ k² ആണെങ്കിൽ p = 2 > 1 വരുമ്പോൾ ഇതെന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ VK = 1/k² ആണ്. അപ്പോൾ p = 2 > 1 ആണ്. സിഗ്മ VK കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം സിഗ്മ VK കൺവേർജ് ചെയ്യും, UK കൺവേർജ് ആണെന്ന് പറയാം. പക്ഷേ അതിനൊരു കാര്യം പ്രൂവ് ചെയ്യണം. ρ > 0. ρ > 0 എന്ന് വെച്ചാൽ റോ എന്ന് വെച്ചാൽ ലിമിറ്റ് k → ∞ UK/VK. അപ്പോൾ ലിമിറ്റ് k → UK എഴുതാം. 1/2k² + k VK എഴുതുന്നതിന് പകരം ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് VK എഴുതാം. എന്നിട്ട് നമ്മൾ k² ഇങ്ങനെ എഴുതും. k² 2k² + k എന്ന് പറയും. ഇനി ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ഫോമാണ് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ കിട്ടത്തില്ല. അപ്പോൾ 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1/k ഫോം ആക്കണം ഇതിനെല്ലാവരും. അപ്പോൾ ന്യൂമറേറ്ററിൽ k² തന്നെ വന്നു. ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി ഉള്ള k പുറത്തേക്ക് എടുക്കുക. അതായത് ഇവിടെ k² പുറത്തേക്ക് എടുക്കുക. വരുമ്പോൾ 2 ന്ന് k² 2, k ന്ന് k² പോകുമ്പോൾ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1/k എന്ന് എടുക്കുക. ഇവിടെ k² ക്യാൻസൽ ചെയ്ത് പോവും. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/k ഉള്ളിടത്തെല്ലാം 0 വരും. അപ്പോൾ 1/2 ആൻസർ. 1/2 എന്ന് പറഞ്ഞാൽ > 0 ആണ്. Then by comparison test, here sigma VK converges, therefore sigma UK also converges. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. തന്നിട്ടുള്ളതിനെ UK എന്ന് എഴുതാം. ഇവിടെ VK എങ്ങനെ എഴുതാം? ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് വെച്ചാൽ k³ ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ k⁻7 വരും. അപ്പോൾ ഇതിലെ പവേഴ്സ് കൂടിയെന്ന് കുറഞ്ഞത് മൈനസ് ചെയ്യാം. അപ്പോൾ 1/7 നിന്ന് 3 പോകുമ്പോൾ 1/k⁻4. അവിടെ VK എന്താണ്? VK എന്ന് പറഞ്ഞാൽ സിഗ്മ 1/k⁻4 ആണ്. കെയുടെ ഡിഗ്രി 4 > 1 ആണ്. അതുകൊണ്ട് ഈ സീരീസ് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇനി ഈ സിഗ്മ UKയും കൺവേർജ് ആവണമെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ρ > 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിമിറ്റ് k → ∞ UK/VK ഇതെഴുതി ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് VK എഴുതി. ഇനി ഇതിൽ 1/k വന്നാൽ മാത്രമേ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ k⁻4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിൽ ഹയസ്റ്റ് ടേമായ k³ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 3 - ഇവിടെ k². k³ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ k² ഉള്ള 1/k എഴുതാം. 4ൽ k³ ഒന്നുമില്ല. അപ്പോൾ 4/k³ എഴുതാം. ഡിനോമിനേറ്ററിൽ നിന്ന് ഹയസ്റ്റ് ഡിഗ്രി k⁻7 ആണ്. അത് ഔട്ട് സൈഡ് എടുത്തു. ആദ്യം 1 വരും -k³ അപ്പോൾ ഇവിടെ എത്ര എണ്ണം കുറവുണ്ട്? 4 kയുടെ കുറവുണ്ട്. അപ്പോൾ 1/k⁻4 + 2. 2ൽ ഒറ്റ k ഇല്ല. അപ്പോൾ 2/k⁻7 എടുത്തു. ഇപ്പോൾ k³ × k⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k⁻7 ആണ്. ഇതും താഴെയുള്ളത് ക്യാൻസൽ ചെയ്ത് പോവും. 1/k ഉള്ളിടത്തെല്ലാം 0 വരും. അപ്പോൾ 3/1 ആണ് ഇവിടെ ആൻസർ വരിക. 3/1 എന്ന് പറയുമ്പോൾ > 0 ആണ്. ദെൻ ബൈ കമ്പാരിസൺ ടെസ്റ്റ് സിഗ്മ UK കൺവേർജസ്, ദെൻ സിഗ്മ VK ആൾസോ കൺവേർജസ്. അപ്പോൾ അങ്ങനെയാണ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ VK എന്താണെന്ന് നമ്മൾ അറിയണം. എന്നിട്ടാണ് അത് വെച്ചിട്ടാണ് സിഗ്മ
യു കെ കൺവെർജ് ആണോ എന്ന് പറയാം. പിന്നെ ഉള്ളത് ഈ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ യു കെ ഇത് നേരെ എഴുതി ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട. ഇതിൽ ഓരോ ടേമിൽ നിന്നും ഹയസ്റ്റ് ഡിഗ്രി കെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് കെ എടുത്തു, ഇവിടെ നിന്ന് കെ എടുത്തു, ഇവിടെ നിന്ന് ഈ ടേമിൽ ഹയസ്റ്റ് ഡിഗ്രി കെ എന്ന് വെച്ചാൽ കെ എടുത്തു. 1/k വന്നു. 1/k വരുമ്പോൾ കെയുടെ ഡിഗ്രി 1 ആണ്. ഈ സീരീസ് p = 1 വരുമ്പോൾ ഡൈവേർജ് ചെയ്യും എന്നാണ് പറഞ്ഞത് പി സീരീസ്. അപ്പോൾ ഡൈവേർജ് ചെയ്യും. ഇനി റോ നോക്കാം. റോ കാണാനായിട്ട് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് ചെയ്യാം, റെസിപ്രോക്കൽ ഇടുക. ഇനി എല്ലാത്തിൽ നിന്നും കെ ഔട്ട്സ് എടുക്കുക. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു കെ ഉണ്ട്, ഇവിടെ ഒരു ഓൾറെഡി കെ ഉണ്ട്. ഇതിൽ നിന്ന് കെ ഔട്ട്സ് എടുക്കുമ്പോൾ 1 + 3/k. ഇതിൽ നിന്ന് ഒരു കെ എടുക്കുമ്പോൾ 1 + 1/k. ഇവിടെ നിന്ന് ഒരു കെ എടുക്കുമ്പോൾ k × 1 + 2/k. ഇവിടെ നിന്ന് കെ എടുക്കുമ്പോൾ k × 1 + 5/k. മുകളിൽ 1 2 3 3 കെ ഉണ്ട്, താഴെയും 3 കെ ഉണ്ട്, എല്ലാം പോവും. പിന്നെ 1/k ഉള്ളിടത്തെല്ലാം 0. അപ്പോൾ 1/1 × 1 × 1 1 > 0 വന്നു. അതുകൊണ്ട് സിഗ്മ വി കെ ഡൈവേർജ് ചെയ്യുന്നുണ്ട്, സിഗ്മ യു കെ ആൾസോ ഡൈവേർജ്. പിന്നെ അടുത്തത് ഈ പ്രോബ്ലമാണ്. ഇത് √8k² - 3k³ ആണ്. അപ്പോൾ √ഓഫ് എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പോൾ ഇതിനെ 3/2 എന്ന് എഴുതാം. ഇതിൽ നിന്ന് k² ഹയസ്റ്റ് ഡിഗ്രി ടേം എടുക്കുമ്പോൾ k² ആണ് എടുക്കുക. k² എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അതിൻ്റെ കൂടെ ഉള്ളത് ഈ ലോവർ ഡിഗ്രി ഉള്ളതെല്ലാം പോവും. 8ഉം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ? k² × 3/2. ഇതും പോവും. അതായത് ഹയസ്റ്റ് ഡിഗ്രി ടേമിന് മാത്രം അവിടെ വയ്ക്കുക, ബാക്കി എല്ലാത്തിനെയും കളയാം. -3kയും കളഞ്ഞു, 8ഉം കളഞ്ഞു, ബാക്കി k² × 3/2 എന്ന് വരും. അപ്പോൾ k² × 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിൻ്റെ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3/2 എന്ന് പറയുമ്പോൾ 3 വരും. 1/k³ 1/k³ എന്ന് പറയുമ്പോൾ കെയുടെ ഡിഗ്രി 3 ആണ്. നമ്മളിവിടെ അതിനെ >1 കിട്ടും ബി സീരീസിൽ. അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റോ >0 ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് UK/VK എഴുതാം, പിന്നെ VK എഴുതാം. അപ്പോൾ ഇവിടെ k³ വന്നു. ഇതിൽ നിന്ന് k ഔട്ട്സൈഡ് എടുക്കണം. ഇതിൽ നിന്ന് k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ k² 8 നിന്ന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 8 വരും. -3k എന്ന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 3/kയും വരും. പിന്നെ ഈ k² ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഈ 3/2 കൂടി വരും. അപ്പോൾ k² × 3/2 വരും. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ k³ തന്നെ വരും. k³ ക്യാൻസൽ ചെയ്യും. 3/k 0 വരും. അപ്പോൾ 1/8 വരും. ഇവിടെ ഇത് 0 ആയി പോയില്ല. 1/8 × 3/2 ഉണ്ട് കേട്ടോ. ഇവിടെ 1/8 × 3/2 >0 ആണ്. ദെൻ ദ സീരീസ് കൺവെർജസ്. ഇനി ഇവിടെ അങ്ങനെ അതേപോലെ തന്നെയാണ്. കെയുടെ ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറയുമ്പോൾ 3 കളയുക, 2ഉം കളയുക, ബാക്കി 1/k × 7. ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ k × 17 ഇതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കണം. k × 17 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ k ഔട്ട്സൈഡ് എടുക്കണം. k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റിൽ 17 കൂടി പുറത്തേക്ക് വരും. അപ്പോൾ k × 17 2 + 3/k ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇതും കിട്ടും.